ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് എൻ്റെ സ്കിൻ കെയറും പിന്നെ എൻ്റെ വെയ്റ്റ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്. കുറേ പേര് വെയ്റ്റ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ എന്തായാലും ആ വീഡിയോ അടുത്ത് തന്നെ ചെയ്യും. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അതിലെനിക്ക് നല്ല എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറേ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ച് അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസൈഡ് വെയ്റ്റ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാനൊരു പ്രോപ്പർ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക. നല്ല എന്താ പറയുക, ചേഞ്ചസ് ഉണ്ട് ബോഡിയിൽ. പക്ഷേ എനിക്ക് ആ ഡിസൈഡ് വെയിറ്റ് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റിൻ്റെ ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ പോലെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ രാവിലത്തെ സ്കിൻ കെയർ റുട്ടീൻ മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് ടൈം രാവിലത്തെ പോലെ തന്നെ നൈറ്റ് ടൈമും ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഈ വീഡിയോയിൽ പറയാം. നമ്മുടെ ഫസ്റ്റ് കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യണം നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സൂട്ടബിൾ ഫേസ് വാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഡെർമാക്കോയിൻ്റെ സാലിസിലിക് ആസിഡും നയാസിനമൈഡിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ സാലിസിലിക് ആസിഡും നയാസിനമൈഡ് എൻ്റെ ഏതൊരു ഫേസ് വാഷിലാണെങ്കിലും അത് ഫിക്സ്ഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ബ്രാൻഡ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബയോക്യൂഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അതും വളരെ നല്ലൊരു ഫേസ് വാഷ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഈ ബ്രാൻഡ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി ഉപയോഗിക്കുന്നത് ഡെർമാക്കോയിൻ്റെ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫേസിനനുസരിച്ചുള്ള ഫേസ് വാഷ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. പെയ്ഡ് പ്രൊമോഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ജെൻറ്റൽ ഫേസ് വാഷാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് 2% ഉണ്ട്, നയസിനമൈഡ് 2% ഉണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഫേസ് വാഷിൽ കേട്ടോ. സോ മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഫേസ് വാഷാണ്. വാഷ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഇതിൽ ഫിക്സ്ഡ് ആണ്. ഇതിന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ മാറുമ്പോൾ എന്തായാലും ഞാൻ പറയാം. സെറാവയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെറാവയുടെ മോയ്സ്ചറൈസർ കാണിച്ചപ്പോൾ കുറേ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഭയങ്കര തിക്ക് ആൻഡ് എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര തിക്നെസ് ഉണ്ട്, പിന്നെ ചിലവർക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് സൂട്ടായില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൂട്ടായില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. അവരതിന് വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്നും കൂടെ ചോദിച്ചിരുന്നു. ഞാൻ അധികം പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആകെക്കൂടെ ഇതുവരെ ഉപയോഗിച്ച കുറച്ച് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡെർമാക്കോയിൻ്റെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ അക്വലോജിക്കയുടെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ലൈറ്റ് മോയ്സ്ചറൈസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അത് രണ്ടും ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ അത് ചോദിച്ചവർക്കുള്ളതാണ് ആ മറുപടി. അപ്പം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നൈറ്റ് ടൈം സ്കിൻ കെയറിൽ മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ സ്കിന്നും മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. അത് പലർക്കും അറിയാമായിരിക്കാം, പലരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, റെറ്റിനോളാണ്. റെറ്റിനോളിൻ്റെ കുറേ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. സീറംസ് ഉണ്ട്, മോയ്സ്ചറൈസിങ് ക്രീംസ് ഉണ്ട്, പിന്നെ അതിൻ്റെ പെർസെൻറ്റേജും ഡിഫർ ചെയ്യും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞൊരു ക്രീമാണ്. ഇത് 0.025% ആണ് കേട്ടോ. പക്ഷേ ഈ ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചതാണ്. അന്ന് എനിക്ക് തോന്നുന്നു അവർ സജസ്റ്റ് ചെയ്തതിൽ എനിക്ക് ആകെക്കൂടെ ഉപകാരപ്പെട്ടത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം.
വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ വർക്കിംഗ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കിന്നൊക്കെ കുറേ ഫ്ലെയറപ്പ് ആവും, നമുക്ക് കുറേ ആക്നിയൊക്കെ കൂടും, നമുക്ക് കുറേ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്കിത് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു 6-7 മാസം വരെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് ഉപയോഗിക്കൽ നിർത്തിയില്ല. അപ്പോൾ അതിലാണ് കാര്യം. ഉപയോഗിക്കൽ നിർത്തിയാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഉപയോഗിക്കൽ നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പോലും അതിതിൻ്റെ ഒരു കോമൺ ട്രേറ്റ് ആണ്. ഞങ്ങളിത് ഉപയോഗിക്കുമ്പോൾ, ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾ സീറം, റെറ്റിനോളിൻ്റെ സീറം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണില്ല അങ്ങനെ അത്രയും അധികം ഫ്ലെയറപ്പ് ഉണ്ടാവുന്നു. കാരണം അതിൻ്റെ പെർസെൻറ്റേജ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് വീക്ക്ലി 1 or 2 മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ചെന്ന് വെച്ചാൽ ഒരു പീ സൈസ്ഡ് ഞാൻ ആകെ കൂടെ ഇടുന്നത് ചീക്സിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഞാൻ ഇതിൻ്റെ ഭാഗം മാത്രം ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വീണ്ടും നമ്മുടെ മോയ്സ്ചറൈസർ അതിൻ്റെ മുകളിൽ കൂടി ഇടും. അതായത് അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ റെറ്റിനോൾ ഇട്ടു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം. ഇതിനെ നമ്മൾ പറയുക സാൻഡ്വിച്ച് ടെക്നീക്ക് എന്നാണ്. നമ്മൾ റെറ്റിനോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. റെറ്റിനോൾ നമ്മൾ ആദ്യം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് തവണ മോയ്സ്ചറൈസറിൻ്റെ ഇടയിൽ നമ്മൾ റെറ്റിനോൾ ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കിൻ ഫ്ലെയറപ്പ് ഉണ്ടാവുന്ന അത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാൻഡ്വിച്ച് ടെക്നീക്ക് എന്ന് പറയുക. വേറൊന്നുമല്ല, മോയ്സ്ചറൈസർ ആദ്യം ഇടുക, പിന്നെ റെറ്റിനോൾ ഇടുക, പിന്നെ വീണ്ടും മോയ്സ്ചറൈസർ ഇടുക. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം റെറ്റിനോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര വൾണറബിൾ ആവും. നമ്മൾ രാവിലെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എന്തായാലും ഇടണം റെറ്റിനോളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ ചാൻസസ് വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ എവിടെയും കണ്ട് പഠിച്ച് പറയുന്നതല്ല, എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് റെറ്റിനോൾ ഫേസിൽ മാത്രം ഇടുകയാണ്, അതായത് മോയ്സ്ചറൈസർ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫ്ലെയറപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ടെക്നീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രൈ സ്കിന്നും ആക്നിയൊന്നും ഭയങ്കരമായിട്ട് ട്രിഗർ ആകുമ്പോൾ കുറേ ഒന്നും വരില്ല. അതൊരു മിനിമൽ രീതിയിൽ വന്നിട്ട് അതങ്ങനെ പോവും. സോ ഐ ഗെസ് ഇറ്റ് ഹെൽപ്സ്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഐ ഗെസ് 3 to 4 years ആയിട്ടുണ്ട്. ഞാനിത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ആക്നി വരില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് എൻ്റെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് എനിക്ക് ആക്നി വരും. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ, അതായത് സ്നാക്സ് ഒക്കെ ഉണ്ടാവില്ലേ, നല്ല ഓയിലി ഫ്രൈഡ് സ്നാക്സ്, അതൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് ആക്നി വരും. എനിക്ക് അപ്പോഴൊക്കെയാണ് എൻ്റെ ആക്നി ട്രിഗർ ആവുന്നത്. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ ആക്നി വളരെയധികം കുറവാണ് കമ്പയർഡ് ടു ഹൗ ഇറ്റ് യൂസ് ടു ബി ഫ്യൂ ഇയേഴ്സ് എഗോ. തൊട്ടിനും പിടിച്ചതിനൊക്കെ മൂക്കുരുമായിരുന്നു. ഇപ്പോൾ ഇറ്റ് ഹാസ് കം ഡൗൺ എ ലോട്ട് ആൻഡ് ഐ ഫീൽ ഈ ഒരു പ്രോഡക്റ്റ് കാരനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ആകെക്കൂടെ മാറ്റാത്തൊരു പ്രോഡക്റ്റ് ഈ റെറ്റിനോൾ മാത്രമാണ്. സോ ഇതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇടും. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ലിപ് ബാം ഇടാം. ഞാൻ വാസ്ലീനാണ് തേക്കാറ്. അപ്പോൾ അതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. ഹോപ്പ് ദിസ് ഹെൽപ്സ്. പിന്നെ കുറേ പേര് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അതിനെന്താ ചെയ്യുക, ഇതിനെന്താ ചെയ്യാന്ന്. ഞാൻ ആദ്യമേ തീരുമാനിച്ചൊരു കാര്യമാണ്, അറിയാത്ത കാര്യങ്ങൾ ഞാൻ വെറുതെ ഒന്നും പറയില്ല എന്ന്. അപ്പം ഞാൻ ഉപയോഗിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാനതിന് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ അയക്കാം. ബാക്കി ഞാൻ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വെരി സോറി, അതെനിക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. I hope you guys have a wonderful day ahead. അപ്പോൾ അതുവരെ